ഹായ് ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് ഒരു പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, തൈര് എടുത്തിട്ടുണ്ട്. ഇത് 1/2 ലിറ്റർ തൈരുണ്ട്. ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി തൈര് ഈ വിസ്ക് വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാമേ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാമേ. ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ എടുത്ത് വയ്ക്കുന്ന പച്ചമുളക്, ഇത് വേവാനായിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം തൈരിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ആവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുക്കാമേ. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയെ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അടച്ചു വെച്ച് കൊടുക്കാമേ. തേങ്ങ നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് ഈ ചെറിയുള്ളി, വെളുത്തുള്ളി ഇതും കൂടെ ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഞാൻ 2 പീസേ എടുത്തിട്ടുള്ളൂ. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം അതും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാമേ. ഇതെല്ലാം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാമേ. ഇത് വെന്തിട്ടില്ല കേട്ടോ. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. തേങ്ങ നല്ല ഫൈനായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ അധികം വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളത്തിന് പകരം തൈര് ചേർത്ത് കൊടുത്ത് അരച്ചെടുത്താലും മതി. ഇതെല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. ഞാൻ ഇതുകൊണ്ട് ഇതൊന്ന് ഉടച്ചെടുക്കുകയാണ്. വെന്ത് ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഞാൻ അത്ര നന്നായിട്ടൊന്നും ഇതൊന്നും ഉടച്ചെടുക്കുന്നില്ല, ചെറിയ രീതിയിലൊന്നും ഉടച്ചെടുക്കുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാമേ. തേങ്ങ ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം, ഇതിൻ്റെ ഈ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടിയേ. അതിനുശേഷം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാമേ. ഇതിൽ കുറച്ച് ഉപ്പൂടെ ഞാൻ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവപ്പൊടി അധികം ചേർക്കുന്നില്ല കേട്ടോ, വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാമേ. ഈ തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ തൈര് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇപ്പം ഞാൻ ഏറ്റവും ലോയിലാക്കിയിരിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തിളപ്പിക്കരുത്, ചൂടാക്കിയെടുക്കേ ആകാവൂ. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണേ. ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. കടുക് ഇട്ട് കൊടുക്കാമേ. കടുകെല്ലാം പൊട്ടി വന്നിട്ട് ഇനി ഇതിലെ കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി എടുത്ത് വെച്ചിരുന്ന കറിവേപ്പിലയും ചെറിയുള്ളിയും വറ്റൽമുളക് ഇതും കൂടി ഇട്ട് കൊടുക്കാമേ. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാമേ. ഈ ചെറിയുള്ളിയൊക്കെ, ഈ ചെറിയുള്ളിയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ഇട്ട് കൊടുക്കുവാണ്. മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് ഫ്ലെയിം ഏറ്റവും കുറച്ചിട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു മാനിടേണ്ട. ഈ പൊടിയുടെ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാമേ. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്നില്ല, ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ശേഷം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഈ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയേ. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാമേ.
ഇനി ഇതൊന്ന് തുറന്ന് നോക്കാമേ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പം നമ്മുടെ പഴംപുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.